ഹായ് എല്ലാവർക്കും ടേസ്റ്റ് ബൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു തായ് വിഭവമായിട്ടാണ്. നമുക്കെല്ലാവർക്കും നോൺ വെജ് ഇഷ്ടമുള്ളവർക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ തായ് റെസിപ്പിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഗാർലിക്, ക്രഷ്ഡ് ചില്ലി, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് സോസുകളും വേണം. സോസുകളുടെ പേരും അളവൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്ന ബോൺലെസ് ചിക്കനാണ്. 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ആപ്പിൾ വിനേഗർ ഒഴിക്കുക. അതിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസും 1/2 ടേബിൾ സ്പൂണോളം ഡാർക്ക് സോസും ഒഴിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫിഷ് സോസ് ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂണോളം ഒഴിക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്കതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പം അല്പം ഓയിൽ ഒഴിക്കുക. ഓയിലും നന്നായി ചൂടായി വരുമ്പം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക്, അതൊരു 5-6 വലിയ അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിനകത്തെ ഒരു ഫ്ലേവർ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത്യാവശ്യം ചേർക്കാൻ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പം ക്രഷ്ഡ് ചില്ലി ചേർക്കുക. ഇപ്പം നമ്മൾ എരിവ് കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് അളവ് കൂട്ടാവുന്നതാണ്. അതിലേക്ക് പിന്നെ നമ്മൾ സോസും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന സോസും ഇതും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന, കഴുകി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ചാറെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സോസ് ചേർക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു സാൾട്ട് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലാസ്റ്റും അത് വേണ്ടത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കാഞ്ഞത്. അപ്പോൾ നന്നായിട്ട് എനിക്ക് ഇച്ചിരി ഉപ്പും കൂടെ വേണം തോന്നിയുകൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നിങ്ങളിതിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പെടുത്ത് അടച്ച് വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു ചിക്കൻ്റെ ഒരു 3/4 വേവോളം ആകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3/4 വേവായി കഴിയുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കാം. ചെറിയ ലോ ഫ്ലെയിമിൽ മതി. അപ്പം ഓണിയൻ അങ്ങനെ നമുക്കങ്ങ് ഉടഞ്ഞു പോകണ്ട. അത് ചെറുതായിട്ടൊരു വേഗവും വേണം, എന്നാൽ അത് ഇച്ചിരി കടിക്കാൻ കിട്ടുന്ന രീതിയിലും വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3/4 വേവാകുമ്പോഴാണ് സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക. അപ്പോൾ നമുക്കിതൊരു ജ്യൂസി ടൈപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സോസും വെള്ളം ചേർത്തുകൊണ്ട് കുറച്ച് വെള്ളിക്കൂടി കാണും. പിന്നെ ചിക്കനിൽ നമുക്കറിയാലോ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജ്യൂസി ടൈപ്പിലായിരിക്കും നമുക്ക് ഈ ചിക്കൻ കിട്ടുക, ചില്ലി ചിക്കൻ കിട്ടുക. നമ്മുടെ ഈ തായ് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഇപ്പം ഇത് നോർമലി അവർ സ്റ്റിക്കി റൈസിൻ്റെ കൂടെയാണ് കഴിക്കുക. അവരുടെ റൈസ് നോർമലി സ്റ്റിക്കി ആണല്ലോ. അപ്പോൾ ആ റൈസ് ഒരു ബൗളിലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അല്പം ഈ ഗ്രേവിയും ചിക്കനും കൂടെ സെർവ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഒരുമിച്ച് അവർ കഴിക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റിക്കി റൈസ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പൊന്നിയരി കഴിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലാത്തവർക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ക്രഷ്ഡ് ചില്ലി ഇരുന്നുകൊണ്ട് അതിൻ്റെ ഒരു എരിവും പിന്നെ പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടത് ഞാൻ വിചാരിക്കുന്നു. തായ് ചില്ലി ചിക്കനാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയോടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.